ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ഡബിൾ റെസിപ്പിയാണ്. മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ തക്കാളി സോസിൻ്റെ കൂടെ കഴിക്കാം. രണ്ടായാലും നല്ല രുചിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. പുഴുങ്ങിയ 4 ഉരുളൻ കിഴങ്ങ് ഈ രീതിയിൽ അരച്ചെടുത്തത് ചേർക്കുക. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ചാറ്റ് മസാലപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലിയിലകൾ ചേർക്കുക. നന്നായി ഇളക്കി പിടിപ്പിക്കുക. ഒരു ബൗളിൽ ഒരു മുട്ട എടുത്ത് അടിച്ചു വെക്കുക. നമുക്ക് 4 പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത്. മുട്ട പകുതി കഷ്ണങ്ങളാക്കി വെക്കണം. ഇനി മസാല മിക്സ് കുറച്ച് കയ്യിലെടുക്കുക. അതിൻ്റെ മീതെ മുട്ടയുടെ പകുതി വെക്കണം. മീതയും മസാല പിടിപ്പിച്ച് ഒരുവിധം റൗണ്ട് ആകൃതിയിലാക്കിയെടുക്കണം. നേരത്തെ മസാലയിൽ പൊതിഞ്ഞ മുട്ട ഇതിൽ മുക്കിയെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് നന്നായി പിടിപ്പിക്കണം. ഇനി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. അതിലേക്ക് നമ്മുടെ എഗ് റോൾ ഇട്ട് ഫ്രൈ ചെയ്യുക.
മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചെറുതായി ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. വെറുതെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് തക്കാളി സോസ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.